നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ ദേശീയ പുരുഷന്മാരെയും ആധ്യാത്മിക ആചാര്യന്മാരെയും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളെ മുഴുവൻ ഇല്ലാതാക്കാനോ പ്രാധാന്യം കുറയ്ക്കാനോ അണിയറയിൽ ശക്തമായ നീക്കം നടക്കുന്നതായി BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന ഒരു വ്യക്തി ഇല്ല എന്ന തരത്തിലുള്ള ലേഖനം വന്നതും വിഷുവിന് ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും ഇതിന് ഉദാഹരണമാണെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മുളയിലെ നുള്ളിക്കളയണമെന്നും വേണുഗോപാൽ. നവോത്ഥാന പുരുഷന്മാരെ അപമാനിക്കാനുള്ളതും ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള ശ്രമത്തെയും ഭാരതീയ ജനതാ പാർട്ടി കൈകെട്ടി നോക്കി നിൽക്കില്ലെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ്. വെട്ടിക്കാട്ടിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഇന്റേൺഷിപ്പിനെത്തിയ വിദ്യാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് മലപ്പുറം തിരൂർ പറവണ്ണ പാലക്കൽ വളപ്പിൽ ഷംസുദ്ദീന്റെ 20 വയസ്സുള്ള മകൾ ഷെഫീക്ക. വടക്കാഞ്ചേരി അങ്കക്കാട് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് വാഴാനി കാക്കിനക്കാട് നെല്ലിച്ചോട്ടിൽ വളപ്പിൽ 31 വയസ്സുള്ള അഖിൽ. ആതിരപ്പള്ളി പാറയിൽ വീടുകൾക്ക് നേരെ കാട്ടാനാക്രമണം. ഒരു വീടിന്റെ ഗ്ലാസ് ഡോർ തകർത്ത് ആന വീട്ടിലേക്ക് കയറാനും ശ്രമം. തൃശൂർ പാലിയേക്കരയിൽ 90 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് പറവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊടുങ്ങല്ലൂർ അഞ്ചപ്പാനം സ്വദേശി കുന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ 26 വയസ്സുള്ള അഫ്നാൻ, കുന്നംകുളം മേത്തൽ സ്വദേശി വേണാട് വീട്ടിൽ 28 വയസ്സുള്ള ഷെയ്ൻ. ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ 1 മണിക്കൂർ നേരം പ്രവർത്തനരഹിതമായി. ദുരൂഹത ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി UDF സ്ഥാനാർത്ഥി CH റഷീദ്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ദേശീയ പുരുഷന്മാരെയും ആധ്യാത്മിക ആചാര്യന്മാരെയും ഹിന്ദു നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളെ മുഴുവൻ ഇല്ലാതാക്കാനോ പ്രാധാന്യം കുറയ്ക്കാനോ ശക്തമായ നീക്കമാണ് നടക്കുന്നതെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നു എന്ന തരത്തിലുള്ള ഒരു ലേഖനം വന്നതും വിഷുവിന് ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിക്കാൻ തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് ഇതിന് ഉദാഹരണമാണെന്നും വേണുഗോപാൽ പറഞ്ഞു. തുഞ്ചത്തെഴുത്തച്ഛൻ ഒരു വ്യക്തിയെ അല്ല എന്ന് കാണിച്ച് ഒരു ലേഖനം വരികയും ഇത് യാദൃച്ഛികമായ സംഗതിയല്ലെന്നും നവോത്ഥാനത്തിന്റെ കേരളത്തിലെ ആദ്യ മഹാന്മാരിൽ എഴുത്തച്ഛൻ തന്നെയാണെന്നും മലയാള ഭാഷയെ പരിപോഷിച്ചതിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല എന്ന ലേഖനം ഇത്തരം മഹാന്മാരെ താഴ്ത്തിക്കെട്ടുന്നതുകൊണ്ട് ഈ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ചിലർ ശ്രമിക്കുന്നത്. മറ്റൊന്ന്, വിഷുവിനെ ഒരു ഹോട്ടലിന്റെ പരസ്യവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ കൃഷ്ണനെ അപമാനിക്കുന്ന രീതിയിൽ 2 വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകളാണ് പ്രചരിപ്പിച്ചത് എന്നുള്ളത് വളരെ ഗൗരവപരമായി ചിന്തിക്കേണ്ട വിഷയമാണെന്നും മുൻപ് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു നവോത്ഥാന നായകന്മാരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഇടതുപക്ഷം മാത്രമല്ല മറ്റു മതത്തിൽപ്പെട്ടവരും ഇതിനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നും കേരള ജനത ഇത് ആശങ്കയോടെയാണ് കാണുന്നതെന്നും ഇത് മുളയിലെ നുള്ളേണ്ടതാണെന്നും ബോധവൽക്കരണം മാത്രം പോരാ, നിയമ നടപടിയും ആവശ്യമാണ്. നവോത്ഥാന നായകരുടെ ജീവചരിത്രം പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണം. നവോത്ഥാന പുരുഷന്മാരെ അപമാനിക്കാനുള്ളതും ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കാനുമുള്ള ശ്രമത്തെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്കാകില്ലെന്നും P. വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ബംഗാളിൽ അവിടുത്തെ സാംസ്കാരിക നായകന്മാരെയും ആധ്യാത്മിക പുരുഷന്മാരെയും ഇത്തരത്തിൽ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് കമ്മ്യൂണിസത്തിന് ആധിപത്യം ഉണ്ടാവുകയും ഇന്ന് കമ്മ്യൂണിസം ഇല്ലെങ്കിൽ പോലും അവിടെയുള്ള വെസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥ ഇന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. കേരളത്തിലും ഈ ഒരു പ്രവർത്തനം വളരെ നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസമായിരുന്നു ഇത്തരം നവോത്ഥാന നായകന്മാരെ അവരെ താഴ്ത്തിക്കെട്ടുകയും അല്ലെങ്കിൽ അവർ മിത്താണെന്ന് പറയുകയും അവരില്ല അത് കെട്ടുകഥയാണെന്ന് പറയുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ മേലെ ഞങ്ങളാണ് നവോത്ഥാന നായകന്മാരെന്ന് വരുത്തിയിരുന്നു. ഇപ്പോൾ ബോധപൂർവം ഒരുപക്ഷെ ഇടതുപക്ഷം മാത്രമല്ല, അതല്ലാതെ വ്യത്യസ്തമായ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിനുള്ള ശ്രമം നടക്കുന്നത് കേരളത്തിലെ ജനത ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. ഇത് മുളയിലേ നുള്ളേണ്ടതാണ്. ഇതിന് ബോധവൽക്കരണം മാത്രം പോരാ, നിയമ നടപടി കൂടി ആവശ്യമാണ് തോന്നുന്നു. ഒരു ഭാഗത്ത് ശ്രീകൃഷ്ണനെ അപമാനിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതിൽ കേസെടുക്കാൻ വളരെ അമാന്തിച്ച പോലീസ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വെട്ടിക്കാട്ടിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്റേൺഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. മലപ്പുറം തിരൂർ പറവണ്ണ പാറക്കൽ വളപ്പിൽ ഷംസുദ്ദീന്റെ മകൾ 20 വയസ്സുള്ള ഷെഫിക്കയാണ് മരിച്ചത്. ഉടനെ അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും ചേർന്ന് ചെറുതുരുത്തിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിങ്കളാഴ്ച രാവിലെ ഷെഫിക്കയും അധ്യാപകരും മറ്റും വിദ്യാർത്ഥികളും ചേർന്നാണ് ക്ലാസ്സിൽ പങ്കെടുക്കാനായി എത്തിയത്. ഉച്ചയ്ക്ക് 12:15 ക്ലാസ് കഴിഞ്ഞു തിരിച്ചു സീറ്റിൽ വന്നിരിക്കുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മരണകാരണം വ്യക്തമാവൂ. ഈ പ്രദേശങ്ങളിൽ കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ടെന്നും ചൂട് കാരണമാവാം കുഴഞ്ഞു വീണതെന്നും പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
വടക്കഞ്ചേരി അങ്കക്കാടിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. വാഴാനി കാക്കിനിക്കാട് നെല്ലിച്ചോട്ടിൽ വീട്ടിൽ 31 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. വാഴാനി ഭാഗത്തേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന അഖിലിനെ എതിർദിശയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഖിലിനെ ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അശ്രദ്ധമായും അമിത വേഗതയിലും വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് കാർ ഡ്രൈവർക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആതിരപ്പള്ളി പിള്ളപ്പാറയിൽ വീടുകൾക്ക് നേരെ കാട്ടാനാക്രമണം. ഒരു വീടിന്റെ ഗ്ലാസ് ഡോർ തകർത്തു. ആന വീട്ടിലേക്ക് കയറാനും ശ്രമം നടത്തി. ആന വീട്ടിനുള്ളിലേക്ക് കയറുവാനും ശ്രമം നടത്തി. പിള്ളപ്പാറയിൽ റേഷൻ കടയ്ക്ക് സമീപം വീടിനോട് ചേർന്ന് ഹോട്ടൽ നടത്തുന്ന കാളിയാടൻ ജോൺസിന്റെയും കിഴക്കേ മാട്ടുമൽ ആംബ്രോസിന്റെയും വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവ സമയത്ത് ജോൺസിന്റെ വീട്ടിൽ ഭാര്യയും മകളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഗ്ലാസ് തകർത്ത് അകത്തേക്ക് കടക്കാൻ കാട്ടാന ശ്രമിക്കുന്നതിനിടെ വീട്ടുകാർ ശബ്ദമുണ്ടാക്കിയതോടെ പിൻവാങ്ങി. ആംബ്രോസിന്റെ വീട്ടിലേക്ക് കയറി വന്ന ആന വീട്ടിലേക്ക് മണ്ണ് വാരിയെറിഞ്ഞു. കുറച്ചു കാലങ്ങളായി ഈ ആനയെ കൊണ്ട് നിരന്തരം ശല്യമെന്നാണ് നാട്ടുകാർ പറയുന്നു. സ്ഥിരമുണ്ട്. ഞങ്ങൾക്ക് ഒരു ചെറിയ കടയാണുള്ളത്. ആ കടയിൽ ഞങ്ങളുടെ ജോലിക്ക് വരുന്ന ഒരു ചേച്ചിയുണ്ട്, ഞങ്ങളുടെ ഒരു സുഹൃത്ത്. ആ ചേച്ചിയുടെ വീട്ടിലും കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ആന ചെന്നിട്ട് ആനേനെ ഓടിക്കാനായിട്ട് പോടാന്ന് പറഞ്ഞപ്പോൾ ആന മണ്ണെടുത്ത് അവരുടെ വീടിൻ്റെ അകത്തേക്ക് എറിയുകയും ചെയ്തത്. അത് കുറേ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു അടുപ്പിച്ച്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ 2 വീട് അപ്പുറത്തുള്ള ചേട്ടനെയാണ് ആന തട്ടിയിട്ടിട്ട് ആ ചേട്ടൻ വീണതും ഭാഗ്യം കൊണ്ട് ആ ചേട്ടനൊന്നും സംഭവിച്ചില്ല. ഇതൊക്കെ വീടാക്രമണം തന്നെയാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പാലിയേക്കരയിൽ 90 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. പറവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം സ്വദേശി കുന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ 26 വയസ്സുള്ള അഫ്നാൻ, കുന്നംകുളം മേത്തല സ്വദേശി വേണാട് വീട്ടിൽ 28 വയസ്സുള്ള ഷൈൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും ആലുവയ്ക്കുള്ള സ്വകാര്യ ബസ്സിലാണ് പ്രതികൾ ലഹരിമരുന്ന് കടത്തിയത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധനയിൽ പാലിയേക്കര ടോൾ പ്ലാസിൽ ബസ്സിറങ്ങിയ പ്രതികളെ പോലീസ് സംഘം പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത MDMA-ക്ക് വിപണിയിൽ 3 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ ഡാൻസേഴ്സ് സംഘവും പുതുക്കാട് പോലീസ് സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത്. ഷെയ്ൻ കൊടുങ്ങൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ MDMA കടത്തിയ കേസിലും KSRTC ബസ് കണ്ടക്ടറെ ആക്രമിച്ച കേസിലും ഉൾപ്പെടെ നിരവധി കേസുകൾ പ്രതിയാണ്. അഫ്നാൻ വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്രിമിനൽ കേസ് പ്രതിയാണ്. പ്രതികളെ ഇന്ന് കോടതി ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ 1 മണിക്കൂറോളം പ്രവർത്തനരഹിതമായി. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ UDF സ്ഥാനാർത്ഥി CH റഷീദ് പരാതി നൽകി. ഇപ്പോൾ എല്ലായിടങ്ങളിലും നടക്കുന്ന പല രീതിയിലുള്ള മിസ്അപ്രോപ്രിയേഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമായതുകൊണ്ട് ഇതിലും ഗൗരവമായ പരാതി ഞങ്ങൾ ചീഫ് ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രോങ് റൂമിലെ മെഷീനുകൾ സൂക്ഷിച്ചതിന് ശേഷം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവസാനം വരെ ഇനി തുറക്കുന്നത് വരെയുള്ള സമയത്ത് മുഴുവൻ ബാക്കപ്പും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനോട്. പത്തിരിപ്പാലയിൽ ഇഡലിത്തട്ടിന്റെ ഹുക്കിൽ കുട്ടിയുടെ വിരൽ കുടുങ്ങി. പാലക്കാട് ഫയർഫോഴ്സാണ് രക്ഷകരായത്. പത്തിരിപ്പാല പൂക്കാട്ടുകുന്ന് സ്വദേശി ദിനീഷിന്റെ മകൾ 2 വയസ്സുകാരി ഹൃതികയുടെ കൈവിരലാണ് ഇഡലിത്തട്ടിന്റെ ഹുക്കിൽ കുടുങ്ങിയത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണത്രേ സംഭവം. കുട്ടിയുടെ മാതാവ് സിവിൽ ഡിഫൻസ് നഗരിപ്പുറം സ്വദേശി വിജയിനെ അറിയിച്ചതോടെ ഇവരെ പാലക്കാട് ഫയർഫോഴ്സ് യൂണിറ്റിലേക്ക് വിട്ടു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PV പ്രസാദിന്റെ നേതൃത്വത്തിലാണ് കുടുങ്ങിയ തട്ട് മുറിച്ചു മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാൽപ്പാറയിൽ നടന്ന വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായ 9 പേരുടെ സ്മരണയ്ക്കായി ഇറാൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മണ്ണൂർ AUP സ്കൂളിൽ 9 ഫലവൃക്ഷ തൈകൾ നട്ടു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. മരണപ്പെട്ട 9 അധ്യാപകരുടെ സ്മരണയ്ക്കായി മണ്ണൂർ AUP സ്കൂളിൽ 9 ഫലവൃക്ഷ തൈകളും നട്ടു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻഷാദ് സാദിഖ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മളെല്ലാം വിനോദയാത്ര പോകുന്ന ആളുകളാണ്. എന്താണ് ആ വിനോദയാത്രയിൽ സംഭവിക്കുക, അവരുടെ ആ ഒരു മുമ്പുണ്ടാകുന്ന നിമിഷം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ അറിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കൊക്കയിലേക്ക് അഗാധമായി 9 നിലവിളികൾ അതവിടെ കേട്ടത്. അത് നേരിട്ട് കണ്ട ഒരു ഇതേപോലെ വിനോദയാത്രയ്ക്ക് പോയ ആൾ കരയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് 13ാമത്തെ ഹെയർപിൻ വളവിൽ നിന്നും 14ാമത്തെ ഹെയർപിൻ വളവിൽ ഇവരെല്ലാവരും സെൽഫി എടുത്ത് അവർ മുകളിലേക്കും കയറി ഇവരേക്ക് താഴേക്കും പോയി
നിമിഷങ്ങൾക്കകം ആ ഒരു വളരെയധികം ഉറക്കെയുള്ള ആ ശബ്ദം കേട്ട് അവർ വന്നപ്പോ എല്ലാവരും നെട്ടിത്തരിച്ചു പോയി എന്തു ചെയ്യണമെന്നറിയാതെ. അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി, അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ ഒന്നുമില്ല. എന്നിരുന്നാലും നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തു എന്നെങ്കിലും തോന്നാൻ നമ്മുടെ മനസാക്ഷിക്ക് ചോദിക്കാൻ. തുടർന്ന് 9 ഫലവൃക്ഷ തൈകളും സ്കൂൾ മുറ്റത്ത് നട്ടു. റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ MK സുരേഷ് അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകരായ ഷംസുദ്ദീൻ മങ്കുറിശി, ലീല ബാലകൃഷ്ണൻ, റസാഖ്, KKA റഹ്മാൻ, സ്കൂൾ പ്രധാനാധ്യാപിക TA ഷരീഫ, AT ഷിഹാബുദ്ദീൻ, MT ഷിഹാബുദ്ദീൻ, സ്കൂൾ മാനേജർ PK സദാശിവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷബീദ മുനീർ, ധന്യ കൃഷ്ണദാസ്, KP മുനീർ, ഉമാദേവി, PS സ്വാതി, സുരേഷ്, അനിത, S ഗീത എന്നിവർ സംസാരിച്ചു. KM അബ്ദുൽ ഹക്കീം സ്വാഗതവും ഷംസുദ്ദീൻ മങ്കുറിശി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ ദേശീയ പുരുഷന്മാരെയും ആധ്യാത്മിക ആചാര്യന്മാരെയും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളെ മുഴുവൻ ഇല്ലാതാക്കാനോ പ്രാധാന്യം കുറയ്ക്കാനോ അണിയറയിൽ ശക്തമായ നീക്കം നടക്കുന്നതായി BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന ഒരു വ്യക്തി ഇല്ല എന്ന തരത്തിലുള്ള ലേഖനം വന്നതും വിഷുവിന് ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും ഇതിന് ഉദാഹരണമാണെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മുളയിലെ നുള്ളിക്കളയണമെന്നും വേണുഗോപാൽ. നവോത്ഥാന പുരുഷന്മാരെ അപമാനിക്കാനുള്ളതും ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള ശ്രമത്തെയും ഭാരതീയ ജനതാ പാർട്ടി കൈകെട്ടി നോക്കി നിൽക്കില്ലെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ്. വെട്ടിക്കാട്ടിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഇന്റേൺഷിപ്പിനെത്തിയ വിദ്യാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് മലപ്പുറം തിരൂർ പറവണ്ണ പാലക്കൽ വളപ്പിൽ ഷംസുദ്ദീന്റെ 20 വയസ്സുള്ള മകൾ ഷെഫീക്ക. വടക്കാഞ്ചേരി അങ്കക്കാട് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് വാഴാനി കാക്കിനക്കാട് നെല്ലിച്ചോട്ടിൽ വളപ്പിൽ 31 വയസ്സുള്ള അഖിൽ. ആതിരപ്പള്ളി പാറയിൽ വീടുകൾക്ക് നേരെ കാട്ടാനാക്രമണം. ഒരു വീടിന്റെ ഗ്ലാസ് ഡോർ തകർത്ത് ആന വീട്ടിലേക്ക് കയറാനും ശ്രമം. തൃശൂർ പാലിയേക്കരയിൽ 90 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് പറവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം സ്വദേശി കുന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ 26 വയസ്സുള്ള അഫ്നാൻ, കുന്നംകുളം മേത്തല സ്വദേശി വേണാട് വീട്ടിൽ 28 വയസ്സുള്ള ഷെയ്ൻ. ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ 1 മണിക്കൂർ നേരം പ്രവർത്തനരഹിതമായി. ദുരൂഹത ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി UDF സ്ഥാനാർത്ഥി CH റഷീദ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്ത വൈകുന്നേരം 6 മണിക്ക്. നന്ദി, നമസ്കാരം.